ഇതിൽ ഈ ലേബർ കോഡ് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും പ്രധാന വിമർശനം ആദ്യം വന്നത് ലേബർ കോഡിൻ്റെ കോഡിലെ 4 കോഡുകളിലേക്ക് പോകുന്നതിന് മുമ്പ് പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ എന്തിന് ഈ നിയമം കൊണ്ടുവന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. നേരത്തെ KN ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ ലേബർ കോൺഗ്രസ് സംഘടിപ്പിച്ചോ, രാജ്യത്ത് നിലവിലിരുന്ന പല വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണോ ഈ ലേബർ കോഡ് കൊണ്ടുവന്നത്? ഈ ലേബർ കോഡിൽ ആദ്യം ഉന്നയിക്കുന്ന പ്രശ്നം ഇത് തന്നെയാണ്. നിങ്ങൾക്ക് പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ എന്തായിരുന്നു പ്രശ്നം? ഈ നിയമം, ഈ കോഡ് ആദ്യം കൊണ്ടുവരുമ്പോൾ എനിക്ക് തോന്നുന്നത് BMS അടക്കം ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചു. പിന്നീട് അവർ നിലപാട് മാറ്റുകയായിരുന്നു. അവർക്കും അറിയാം കാര്യം എന്താണെന്നുള്ള പ്രശ്നം. തൊഴിലാളികൾ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതാണ്. BMSന് സ്വാഭാവികമായും നിലപാടെടുക്കേണ്ടി വരുന്നത് നമുക്കറിയാം എന്താണെന്നുള്ള കാര്യത്തിൽ. എന്തിനാണ് നിങ്ങൾ പാർലമെൻറ്റിൽ പോലും ചർച്ച ചെയ്യാതെ കോഡ് കൊണ്ടുവന്നത്? ഇതിനകത്ത് താങ്കൾ ആദ്യം താങ്കളുടെ ഇൻട്രോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്. മാധ്യമങ്ങൾ പോലും ഈ ബില്ലിനെ പ്രകീർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ മാധ്യമം പ്രകീർത്തിച്ചില്ലെങ്കിലും മറ്റ് BJP വിരുദ്ധ മാധ്യമങ്ങളെല്ലാം ഈ ബില്ലിനെ പ്രകീർത്തിക്കുന്നുണ്ട് എങ്കിൽ അതിനകത്ത് കാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് എന്ന് താങ്കൾക്കും ബോധ്യമുണ്ട്, എനിക്കും ബോധ്യമുണ്ട്, നാട്ടുകാർക്കും ബോധ്യമുണ്ട്. ഒരു കാര്യമേ ഉള്ളൂ, ഇതിനകത്ത് ഇപ്പോൾ CITUവിൻ്റെ നേതാവ് അദ്ദേഹം ഒന്നും തന്നെ ഈ കോഡ് കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ എന്ത്, നഷ്ടങ്ങൾ എന്ത് എന്ന് വേർതിരിച്ച് പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. സാധാരണ നമ്മളൊരു ഡിബേറ്റിൽ, ഇങ്ങനത്തെ ഒരു ഡിബേറ്റിലിരിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഗുണവശങ്ങൾ ഇതാണ്, എന്നാൽ ഇതിൻ്റെ ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇതാണ് എന്ന് പറയണം. പക്ഷേ ഇതിനകത്ത് സത്യത്തിൽ ഈ പറയുന്ന ചില മുതലാളിത്ത തൊഴിലാളി സംഘടനകൾക്കാണ് ഈ തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അവർ ദുസ്വപ്നം കാണുമ്പോൾ ഇവിടെ സ്ഥാപനങ്ങൾ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇനി സാധിക്കില്ല എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് ഈ പ്രവർത്തനത്തിൽ വരുന്നു. ഈ നിയമപരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഇനിയൊരു CITUവിൻ്റെ നേതാവിന് ഒരു ദിവസം രാവിലെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിന്ന് സ്വപ്നം കണ്ടാൽ ഒരു ഈ പറയുന്ന കച്ചവട സ്ഥാപനത്തെ പൂട്ടാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ട് അത് ഈസ് ഓഫ് ഡൂയിങ് വർക്കിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ തൊഴിലാളി പ്രവർത്തനം നടത്താതെ മുതലാളിമാരായിട്ടുള്ള ചില തൊഴിലാളി നേതാക്കന്മാർ ഇരുന്നു കൊണ്ടാണ് തൊഴിലാളിയുടെ ജോലി സമയം എങ്ങനെയായിരിക്കണം, അവന് കിട്ടേണ്ട മിനിമം വേജ് എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്ന ചില മുതലാളിമാരായിട്ടുള്ള ഇതിനകത്ത് ഈ തൊഴിലാളി സംഘടനകൾ എന്ന് രണ്ടാമതൊരു കാര്യമാണ്. ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് നേരത്തെ 8 മണിക്കൂർ ജോലി എന്ന് പറയുന്നത് തൊഴിലാളി വർഗം സമരത്തിലൂടെ നേടിയെടുത്തതാണ്. അതൊരു മുതലാളി ഔദാര്യമായി നൽകിയതല്ല. 8 മണിക്കൂർ ജോലി എന്നുള്ളത് 12 മണിക്കൂർ ആകുമ്പോൾ അത് എന്ത് നേട്ടമാണ് തൊഴിലാളിക്ക് കൊടുക്കുന്നത്? അതോടൊപ്പം തന്നെ 300 തൊഴിലാളികൾ വരെ പണിയെടുക്കുന്ന സ്ഥാപനങ്ങൾ യാതൊരു ഓർഡറും ഇല്ലാതെ തോന്നും പോലെ ആ മുതലാളിക്ക് പിരിച്ചുവിടാം. ഏത് തൊഴിലാളിയെ എപ്പോഴും വേണമെങ്കിലും പിരിച്ചുവിടാം. ഇത് ഏത് തൊഴിലാളിക്കാണ് ഗുണകരമായി മാറുന്നത്? താങ്കൾ ഘോരഘോരം വാദിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ഏതോ മുതലാളിത്ത സംഘടനകളാണ് ഇത്തരത്തിൽ. ഓരോ തൊഴിലാളിയിലേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ അനന്തു മാധ്യമത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ മാധ്യമങ്ങൾ അടക്കം വരുന്ന പ്രശ്നമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്, മാധ്യമങ്ങളിൽ അടക്കം വരാൻ പോകുന്ന ഈ ലേബർ കോഡിന്റെ സ്വാധീനം അത് തിരിച്ചറിയാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മോദിയെക്കുറിച്ചും ഈ വാർത്തയെക്കുറിച്ചും പ്രകീർത്തിക്കുന്നതിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കെതിരെ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ മാധ്യമപ്രവർത്തകരെ അടക്കം, മാധ്യമ സ്ഥാപനങ്ങളെ അടക്കം, BBC വരെ പൂട്ടിച്ച ആൾക്കാരല്ലേ നിങ്ങൾ ഇന്ത്യയിൽ. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഈ കാര്യം പറയൂ. 1952 മിനിമം വേജസ് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഗുണഫലം എത്ര ശതമാനം തൊഴിലാളികൾക്കാണ് ലഭിച്ചിരുന്നത്? നമുക്കൊരു ഡിബേറ്റിലേക്ക്, നേരെ കാര്യമാത്ര പ്രസക്തമായ ഡിബേറ്റിലേക്ക് വേണമെങ്കിൽ പോവാം. അപ്പോൾ അത് നടപ്പിലാക്കുമ്പോൾ 1952 വേജ് കോഡ് നടക്കുമ്പോൾ ആ സമയത്തുള്ള സാഹചര്യം 7% തൊഴിലാളികൾക്ക് മാത്രമാണ് അതിൻ്റെ ലാഭം ലഭിച്ചത്. പക്ഷേ ഇന്ന് ഈ വേജ് കോഡ് ഇവിടെ നടപ്പാക്കുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്നൊരു കാര്യം, 100% സംഘടിത മേഖലയിലും അസംഘടിത മേഖലയിലും നിൽക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്കും ഈ പറയുന്ന അവൻ്റെ മിനിമം വേജ് എന്ന അവകാശവും അധികാരവും അതവന് ലഭ്യമാകുന്നു. എന്തുകൊണ്ടാണ് മറ്റു തൊഴിലാളി സംഘടനകളും താങ്കളും മനഃപൂർവ്വമായി ഇത്തരം കാര്യങ്ങൾ മറന്നു പോകുന്നത് അല്ലെങ്കിൽ ഓർക്കാൻ വിട്ടുപോകുന്നത്? അപ്പോൾ ഇത് ഒരു പരിവർത്തനത്തിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യം എന്നുള്ള നിലയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതിനകത്തുള്ള ഓരോ പൗരനും അവൻ്റെ അവകാശം എന്നുള്ള നിലയിൽ അവൻ അർഹതപ്പെട്ട കൂലി കിട്ടണം. ആ കൂലി അവന് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ അന്തരീക്ഷവും അത് നേടിയെടുക്കണമെങ്കിൽ സ്വാഭാവികമായും അവനൊരു വ്യവസായ സ്ഥാപനം അവിടെ ഉണ്ടാവണം. ആ വ്യവസായ സ്ഥാപനം കൃത്യമായി പ്രവർത്തിക്കണം. അല്ലാതെ എല്ലായിടത്തും ഈ വരവേൽപ്പ് സിനിമയിലെ മോഹൻലാൽ പറയുന്നത് പോലെ ഒരുത്തനൊരു പെട്ടിക്കട തുടങ്ങിയാലും അതിൻ്റെ മുന്നിൽ ഈ ചെങ്കോടി കൊണ്ടുവന്ന് വെച്ച് അവൻ്റെ കച്ചവടം പൂട്ടിക്കുന്ന നിലപാടിലുള്ള ആളുകൾ ഈ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതായിരിക്കും ഇതിൻ്റെ അവസ്ഥ. സ്വാഭാവികമായും വരവേൽപ്പ് അടക്കമുള്ള സിനിമകളുടെ കാര്യം നമുക്കറിയാം. രാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിച്ചാണ്. അതായത് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ മിനിമം വേജിൻ്റെ കാര്യം, എത്രയാണ് മിനിമം വേജ്? എത്രയാണ് മിനിമം വേജ് നിങ്ങളുടെ കോഡ് പ്രകാരം കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. അല്ല, എത്ര നിങ്ങൾ പറഞ്ഞു? 148 രൂപ, 142 രൂപ.
കൊടുക്കാൻ താങ്കൾ- പോകുന്നതാണ് മിനിമം വേതനം. താങ്കൾ കേരളത്തിലെ ഞാൻ- കേരളത്തിൽ കാര്യം എത്രയാണ് പറയാം. മിനിമം വേതനം താങ്കൾക്ക് ഞാനൊരു അറിയാമോ കാര്യം നന്ദു? താങ്കൾ അല്ല, താങ്കൾക്ക് അറിയാമോ കേരളത്തിലെ അല്ല, മിനിമം ഞാൻ വേതനം പറഞ്ഞോട്ടെ. എത്രയാണ്? കേരളത്തിലെ മിനിമം വേതനം എത്രയാണ് നന്ദു? അല്ല താങ്കൾ തന്നെ അതും പറഞ്ഞോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. കേരളത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. 875 രൂപ കൊടുക്കുന്നത് 875 രൂപയാണ്. ശരി, ഞാൻ ഇനി താങ്കളോടൊരു കാര്യം പറയട്ടെ. താങ്കൾ ഈ പറയുന്ന താങ്കൾക്ക് ഇതിനകത്തെല്ലാം താങ്കൾക്കൊരു പ്രശ്നമുണ്ട്. താങ്കൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ റിസംബിൾ ചെയ്യുന്നത് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു സംവിധാനത്തെയാണ്. ഒരൊറ്റ കാര്യമേ ഇതിനകത്തുള്ളൂ. ഇതിനകത്ത് ഇടതുപക്ഷത്തിൻ്റെയും CITUവിൻ്റെയും പ്രശ്നം ചെറിയ പ്രശ്നമാണ്. അവർക്ക് തൊഴിലാളി സംഘടനാ നേതാക്കന്മാരായി ഇനി മുതലാളിമാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് CITUവിൻ്റെ നേതൃത്വ പദവിയിൽ ഇരിക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇനി തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, നിങ്ങളുടെ നേതാക്കന്മാരുടെ ഇംഗിതത്തിനനുസരിച്ച് ഇനി ഒരു തൊഴിൽശാലയും ഇവിടെ പൂട്ടിയിടാൻ നിങ്ങൾക്ക് സാധിക്കില്ല. അതല്ല, ഈ രണ്ട് നന്ദു, ഞാൻ വിഷയങ്ങൾക്ക് ചോദിച്ച അപ്പുറത്ത് പ്രശ്നമാണ്. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, നന്ദു പറഞ്ഞത് ചർച്ച എടുക്കാം. ഞാൻ അതാ ചോദിച്ചത്. വിശദമായി തന്നെ ഞാൻ ചോദിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്റെ ചോദ്യം അവിടെയാണ്. അല്ല, നന്ദു ഒരു സ്ഥാപനത്തിൽ പണിയെടുക്കുമ്പോൾ നിങ്ങൾ 12 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജോലി ചെയ്യുമോ? 12 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാണ് ജോലി എടുക്കുന്നത്? നിങ്ങളുടെ ആവശ്യത്തിനാണോ 12 മണിക്കൂർ ജോലി ചെയ്യുന്നത്? ആണോ? ഒരു മിനിറ്റ്, ഇനി ഞാൻ പറഞ്ഞോട്ടെ, കുറച്ച് നേരം ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, 1952 നടന്നിട്ടുള്ള ഈ പരിഷ്കരണത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഒരു തരത്തിലുള്ള ഇവിടുത്തെ ഇപ്പോൾ പൊട്ടിമുളച്ച ഈ തൊഴിലാളി സ്നേഹം പറയുന്ന ആളുകൾക്ക് എന്തുകൊണ്ട് അതിലൊരു അപാകത തോന്നിയില്ല? എന്തുകൊണ്ട് അത് മാറണം എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രയും ഒരു തൊഴിലാളി സംഘടന എന്നുള്ള നിലയിൽ നിങ്ങളുടെ തൊഴിലാളി സംഘടന അല്ലെങ്കിൽ ഇവിടെ വന്ന് ഘോരഘോരം വാദിക്കുന്ന തൊഴിലാളി സംഘടനകളടക്കം ഇത് അവൻ്റെ അവകാശമല്ല, ഇതിൽ കൂടുതൽ അവൻ അർഹിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവൻ അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള